ഓം ശാന്തി. ജീവിതത്തിൽ തൻ്റെ ജന്മന ഈശ്വരൻ്റെ വരദാനമായി കിട്ടിയ, പ്രകൃതിദത്തമായി കിട്ടിയ തൻ്റെ ബുദ്ധിക്ക്, വിവേകത്തിന് യാതൊരു രീതിയിലും പരിക്ക് പറ്റാതെ സൂക്ഷിക്കുന്ന ആളുകൾ, അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, അതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ മറ്റൊരു രീതിയിലുള്ളതായിട്ടുള്ള പ്രഭാവങ്ങൾ ഉണ്ടാകാതെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകളാണ് ലോകത്തിൽ ഈസി ആയിട്ട് അഥവാ നമ്പർ 1 സക്സസ്ഫുൾ പേഴ്സൺസ് ആയിട്ട് മാറുന്നത്. ലോകത്തിൻ്റെ ഡിഗ്രി കൊണ്ട് മാത്രമല്ല. ധീരുഭായ് അംബാനി നോക്കിയാലും, ഹെൻറി ഫോർഡ് നോക്കിയാലും, ന്യൂട്ടൺ നോക്കിയാലും, എഡിസൺ നോക്കിയാലും, എല്ലാവരുടെയും അവരുടെ ലൈഫ് ഹിസ്റ്ററി നമ്മൾ പഠിച്ചു നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ അവർക്കുള്ളതായിരിക്കുന്ന കല, നാച്ചുറൽ ഇൻ്റലിജൻസ് എന്ന് നമുക്ക് പറയാം, ജന്മന അവർക്ക് കിട്ടിയതായിട്ടുള്ള ബുദ്ധിശക്തി അഥവാ അവരുടേതായിട്ടുള്ള ടാലൻറ്റ്, കഴിവ്, അതിനെ യാതൊരു രീതിയിലും മറ്റുള്ള ഇൻഫോർമേഷൻസിൻ്റെ അറിവിൻ്റെ പ്രഭാവം കൊണ്ട് കുറയ്ക്കാതിരുന്നവരാണ് ജീവിതത്തിൽ വിജയികളായിട്ട് മാറിയിട്ടുള്ളത്. ലോകം നമുക്ക് ഇൻഫോർമേഷൻസിൻ്റെ ടെക്നോളജിയുടെ ലോകമാണിത്. എന്തറിവ് നേടണമെങ്കിലും ഇഷ്ടം പോലെ നമുക്ക് നേടാം. പക്ഷേ ഏതൊരു അറിവ് നേടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ അറിവ് നമ്മുടെ ഉള്ളിലതായിട്ടുള്ള പ്രഭാവത്തെ ഇല്ലാതാക്കുന്ന രീതിയിലാവരുത്. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്കാലത്തൊരു മണിയേട്ടൻ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് MA ആയിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു തൊടിയിൽ തെങ്ങിനിങ്ങനെ കാവ് കെട്ടി വെള്ളം കൊണ്ട് നനയ്ക്കലായിരുന്നു മണിയേട്ടൻ്റെ പണി. പാവം പഠിച്ച് മനോരോഗിയായിട്ട് മാറി. എല്ലാവരോടും എന്തിനോടും ഇംഗ്ലീഷ് മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ചൂളമടിച്ച് പാട്ടും പാടി നടക്കുന്ന ആ ചേട്ടനെ കാണുമ്പോൾ എപ്പോഴും വിഷമിക്കാറുണ്ട്, പഠിച്ചിട്ട് ഇങ്ങനൊരവസ്ഥ വന്നു പോകും മനുഷ്യനെ എന്ന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോളജ്, അറിവ് നമുക്ക് വേണം. പക്ഷെ അറിവ് ആന്തരികമായിരിക്കുന്ന അവസ്ഥയിൽ പ്രഭാവം ഉണ്ടാക്കുന്ന രീതിയിലല്ല വേണ്ടത്. എത്ര തന്നെ ബാഹ്യമായിരിക്കുന്ന നോളജ് നേടുമ്പോഴും പുറത്തെ നോളജ് കൊണ്ട് ഓക്കെ ഒഫീഷ്യലായി നമ്മൾ നടക്കാൻ പഠിച്ചു, ഇരിക്കാൻ പഠിച്ചു, എല്ലാം പ്രൊഫഷണലായി നമ്മൾ ചെയ്യാൻ പഠിച്ചു. പക്ഷേ എൻ്റെ അകത്ത് ജ്ഞാനത്തെ വളർത്താൻ വേണ്ടി, ആന്തരിക ശക്തിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടില്ല എങ്കിൽ ജീവിതത്തിൽ ഡിഗ്രികൾ കുറേ ഉണ്ടാവും. ഡോക്ടറേറ്റ് ഡിഗ്രി നേടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, വക്കീലിൻ്റെ ഡിഗ്രി നേടിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, എഞ്ചിനീയർ ഡിഗ്രി ബിരുദം നേടിയിട്ട് ഒരു കൺസ്ട്രക്ഷൻ പോലും ചെയ്യാൻ പറ്റാത്ത ആളുകൾ, കോടതി കാണുമ്പോൾ പേടിക്കുന്നതായിരിക്കുന്ന വക്കീലന്മാർ എല്ലാം നമുക്ക് കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? ബാഹ്യമായിരിക്കുന്ന ജ്ഞാനം അവർ അവനവൻ്റെ ഉള്ളിൽ അക്യുമുലേറ്റ് ചെയ്തു. പക്ഷെ ഒരിക്കലും ആന്തരികമായിരിക്കുന്ന വികാസത്തിന്, അവരുടെ സ്വന്തമായിരിക്കുന്ന ഈശ്വരൻ്റെ വരദാനമായിരിക്കുന്ന പ്രകൃതിദത്തമായിരിക്കുന്ന അവരുടെ ബുദ്ധിശക്തിയെ വികസിപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിൽ കുറേ ഡിഗ്രികൾ വാങ്ങിച്ചതുകൊണ്ട് നമുക്ക് ജീവിതം ഒരിക്കലും സഫലമായിക്കൊള്ളുന്നില്ല. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസർ വൈകുന്നേര സമയത്ത് തൻ്റെ സത്സംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സന്യാസിക്ക് പരമഹംസരോട് അതിയായിരിക്കുന്ന ദേഷ്യമായിരുന്നു. ഗൃഹസ്ഥിയായിരുന്നു. ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ച ഇയാളാണോ സന്യാസി എന്ന്. അങ്ങനെ ഒരു ദിവസം അയാൾക്കൊരു കാര്യം കിട്ടി സ്വാമിജിയുടെ അടുത്ത് വന്ന് പറയാൻ. കിട്ടിയ ചാൻസ് മുതലാക്കാതെ അയാൾ വന്നിട്ട് സത്സംഗത്തിൽ വന്ന് ചോദിക്കുകയാണ്, നിങ്ങളൊരു വലിയ സ്വാമിയാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടല്ലേ എന്ന്. അപ്പം അദ്ദേഹം ഒന്നും വേണ്ടിയില്ല, ചിരിച്ചു. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ സ്വാമിജി പറഞ്ഞു, ആ ചോദിക്കൂ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ മേലെ നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വെള്ളത്തിൻ്റെ മേലെ നടക്കാനോ? അതൊന്നും എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു ശ്രീരാമകൃഷ്ണ പരമഹംസർ. എന്നാൽ വരൂ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസരും ശിഷ്യന്മാരും ഈ സന്യാസിയും കൂടി അടുത്തുള്ളതായിരിക്കുന്ന പുഴക്കരയിലെത്തി. പുഴക്കരയിലെത്തിയപ്പോൾ ഈ സന്യാസി വളരെ ഈസി ആയിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടന്ന് അക്കരെ പോയി, അവിടെ നിന്ന് അതേപോലെ നടന്ന് ഇവരെ മുന്നിലേക്ക് ഇക്കരയ്ക്കും വന്നു. കണ്ടു നിന്ന് എല്ലാവരും സ്തബ്ധരായിപ്പോയി. വെള്ളത്തിൻ്റെ മേലെ നടക്കുമ്പോൾ ശരിക്കും കരയുടെ മേലെ നടക്കുന്ന അതേ ലാഘവത്തോടു കൂടി ഇദ്ദേഹം വെള്ളത്തിലൂടെ നടന്നു പോവുകയാണ്. നടന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനെ പുകഴ്ത്താൻ തുടങ്ങി. വലിയ കാര്യമാണ്, വലിയ കാര്യമാണെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ അവിടെ ഉണ്ടായിരുന്ന ഒരു തോണിക്കാരനെ ഇങ്ങോട്ട് വിളിച്ചു, ഒന്ന് വരാൻ പറഞ്ഞു. തോണിക്കാരൻ വന്നപ്പോൾ പറഞ്ഞു, എനിക്കൊന്ന് ഈ വെള്ളത്തിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ ഒരു മോഹം, നീ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ തോണിക്കാരൻ യെസ് എന്ന് പറഞ്ഞു. ശ്രീരാമകൃഷ്ണ പരമഹംസർ ആ തോണിയെ കയറിയിരുന്നു. ആ തോണിയെ കയറിയിരുന്നിട്ട് ആ തോണി അയാളും കൊണ്ടുപോയി അക്കരെ കൊണ്ടുപോയി അവിടെങ്കിലൂടെയൊക്കെ കൊണ്ടുപോയി തിരിച്ചിങ്ങോട്ട് വന്നു. എല്ലാവരും വിചാരിച്ചു, വെള്ളത്തിൽ കൂടെ നടക്കാനുള്ള കല കാണിച്ച ഒരാൾ അപ്പുറത്ത് ഈ തോണിയിലിരുന്ന് പോയിട്ട് എന്ത് നേടാനാന്ന് വിചാരിച്ചു. വന്നു കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ അയാളോട് ചോദിച്ചു, എത്ര പൈസയായും ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അന്നത്തെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കാലഘട്ടത്തിൽ 2 പൈസ. ശരി, 2 പൈസ. അദ്ദേഹം വേഗം തന്നെ ഈ തോണിക്കാരന് 2 പൈസ കൊടുത്തു. എന്നിട്ട് ഈ സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി എത്ര കാലം കൊണ്ടാണ് അങ്ങ് ഇത്രയും വലിയ ഒരു കല സ്വന്തമാക്കിയത് എന്ന്. അപ്പോൾ പറയും, 20 വർഷം കൊണ്ട്, ചെറുതൊന്നുമല്ല, 20 വർഷത്തെ എൻ്റെ സാധന കൊണ്ട് നേടിയെടുത്തതാണ് ഞാൻ വെള്ളത്തിൻ്റെ മുകളിൽ നടക്കാനുള്ളതായിട്ടുള്ള കല എന്ന്. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു പോലും 2 പൈസയുടെ കല.
വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പോകാൻ വേണ്ടി തോണി പോയിട്ട് വരാൻ വേണ്ടി എത്ര പൈസ വേണം? 2 പൈസ. 2 പൈസയുടെ കല സ്വന്തമാക്കാൻ വേണ്ടി 20 വർഷം. തൻ്റെ ജീവിതത്തിൽ ഡിഗ്രികൾ വാരിക്കൂട്ടാൻ വേണ്ടി മാത്രം ജീവിച്ചതുകൊണ്ട് ഒരു കാര്യവും മനുഷ്യന് നേടാൻ പറ്റില്ല. പഠിച്ച ജ്ഞാനത്തെ തൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി കൊണ്ടുവരാൻ വേണ്ടി ഒരു മനുഷ്യൻ പരിശ്രമിക്കുന്നുവെങ്കിൽ, ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു എന്ന സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം മൂർച്ച വെപ്പിച്ചുകൊണ്ട് മരം വെട്ടുന്നുവെങ്കിൽ ആ ജ്ഞാനമെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ യൂട്യൂബ് വീഡിയോ കാണുകയാണെങ്കിൽ പോലും ഒരു കാര്യം കാണുമ്പോൾ, ഒരു കാര്യം കേൾക്കുമ്പോൾ അത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ആ വീഡിയോയിൽ പറയുന്നതായിട്ടുള്ള ജ്ഞാനം അല്ലെങ്കിൽ അറിവ് നമുക്ക് അനുഗ്രഹമായിട്ട് മാറുള്ളൂ. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു എന്നതായിരിക്കുന്ന സത്യത്തെ റിയലൈസ് ചെയ്യും. ആ നാച്ചുറൽ ആയിരിക്കുന്ന ഇൻ്റലിജൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പഠനവും സമയവും ഊർജവും ഉപയോഗിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് തടയാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. പക്ഷേ സ്വന്തം മൂർച്ച വെപ്പിക്കാതെ മരം വെട്ടി 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 ക്ഷീണിക്കാൻ വേണ്ടി പോകുന്നുവെങ്കിൽ അതും പഠിച്ചു ഇതും പഠിച്ചു, ആ ബിസിനസ്സും തുടങ്ങി ഈ ബിസിനസ്സും തുടങ്ങി, ആ ജോലിക്ക് പോയി ഈ ജോലിക്ക് പോയി, നിരവധി സ്ഥലത്ത് കറങ്ങി നടക്കുകയാണ് നിങ്ങൾ. പക്ഷേ നേടേണ്ടതായിരിക്കുന്ന കല നേടാതെ. അതുകൊണ്ട് സ്വന്തം ടാലൻറ്റ്, എൻ്റെ കഴിവെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തിനു വേണ്ടി ഞാൻ ഡിസൈൻ ചെയ്യപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മൂർച്ച വെപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതിനെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പും നമ്മുടെ പ്രോഗ്രസ്സിലേക്കുള്ളതായിരിക്കും. അതുകൊണ്ട് ഈശ്വരൻ്റെ വരദാനമായിരിക്കുന്ന നാച്ചുറൽ ഇൻ്റലിജൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്വയം ഞാൻ ആരെന്ന് കണ്ടെത്താൻ, എൻ്റെ ഉള്ളിലുള്ള കലയെന്തെന്ന് കണ്ടെത്താൻ, എനിക്ക് ഏത് കാര്യത്തിലേക്കാണ് ഞാൻ ഡിസൈൻ ചെയ്യപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ, ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഹൈറ്റ്സിലെത്താൻ തീർച്ചയായിട്ടും പറ്റും. അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.